വെയിറ്റ് ആൻഡ് ടു സീ ദ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ വന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. ഇതാണ് ലാപ്ടോപ്പ്, ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ജെബിൻ്റെ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ കോവിഡിന് ശേഷം ഇവിടുത്തെ ഷോപ്പുകളെല്ലാം ഓൾറെഡി ഭയങ്കര തിരക്കുള്ള സ്ഥലമാണിത്. ഇപ്പോൾ ഓൾറെഡി എല്ലാ ഷോപ്പുകളും ക്ലോസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരുവിധ ചെറിയ ഷോപ്പുകളെല്ലാം ക്ലോസ് ആയി, വലിയൊരു ഷോപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ ഷോപ്പാണിത്. JB കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു വലിയ ഷോപ്പാണ്. ഈ ഷോപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഷോപ്പിൽ എന്നാലും ഇവിടെയെല്ലാം വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ബിസിനസ് എല്ലാം വളരെ ഡൗൺ ആയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ തായ്ലൻഡിലെ ബിസിനസ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഡൗൺ ആയിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വരാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം വളരെ കസ്റ്റമേഴ്സ് വളരെയധികം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം ഒരു ലാപ്ടോപ്പാണ്, എമാസാൻ്റെ ലാപ്ടോപ്പ്. എമാസാൻ്റെ ഒരു ലാപ്ടോപ്പാണിത്. ഏസ്, ഓരോ ബ്രാൻഡുകളുണ്ട്, ഇഷ്ടംപോലെ ബ്രാൻഡുകളുണ്ട്. ഏസർ, ഇവിടെ ഡെല്ലിൻ്റെ ബ്രാൻഡ് ഇഷ്ടംപോലെയുണ്ട്. ഈ ഒരു മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡെല്ലിൻ്റെ ഈ ഒരു ബ്രാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 36,000 ഏകദേശം. ഈ ഒരു നല്ല സ്പെക്കിലൊരു ലാപ്ടോപ്പാണിത്, നല്ല സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്കാണ്. ഒരുപാട് ഇതാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഫുൾ വ്യൂ. ഇതാണ് JB കമ്പ്യൂട്ടേഴ്സ്. തായ്ലൻഡിൽ വരികയാണെങ്കിൽ JB കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര ഒരു നല്ലൊരു ഷോപ്പാണ്, ലാപ്ടോപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം. JB ഇത് പന്തീപ് പ്ലാസയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പന്തീപ് പ്ലാസയിൽ ഒരുപാടുണ്ട് JB കമ്പ്യൂട്ടേഴ്സ്. ഇതാ ഒരു സെൻ്ററാണ് കേട്ടോ. പന്തീപിലെ മറ്റുള്ള ഷോപ്പുകളെല്ലാം കണ്ടോ, പുറമേയുള്ള ഒരുപാട് നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണോ. ഒരുവിധം ഷോപ്പുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്, ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്ക് മേടിച്ചിട്ട് പോവുകയാണ്. പോവാം, ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിടാം. ഇത് വേറൊരു ബനാന എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ. ബനാനയുടെ അടിപൊളി സംഭവമാണ്. പിന്നെ ഒരുപാട് ഇതൊരു ഇലക്ട്രോണിക്സ് മാളാണ്. പന്തീപ് പ്ലസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക്സ് മാളാണ്. കമ്പ്യൂട്ടേഴ്സും മറ്റുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളും മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. പന്തീപ് പ്ലാസ ഗംഭീര സംഭവമാണ്. JB തന്നെയല്ലേ ഗംഭീരം. JBൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ, ഗംഭീര ഷോപ്പുകൾ. വേറെ ഇതെന്നാണ് കാണോ മോനെ. JBൻ്റെ വേറെ ഷോപ്പ് ഉണ്ടോ. ഇതുണ്ടോ, ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം ക്ലോസ്ഡാണ് കേട്ടോ. ആൾക്കാരെല്ലാം വളരെ കുറവാണ്, ബിസിനസ് വളരെ ഡൗൺ ആണ്. നിങ്ങൾ കാണാവുന്നതാണ് ഒരുപാട് ക്ലോസ്ഡ് ആൻഡ് ക്ലോസ്. IT സിറ്റി, ബനാന, JB കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇലക്ട്രോണിക്സ്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. വളരെ ചീപ്പാണ്. കമ്പ്യൂട്ടേഴ്സിനെല്ലാം വളരെ വില കുറഞ്ഞ ഒരു ഷോപ്പിംഗ് മാളാണിത്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. തായ്ലൻഡിൽ വരുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാവുന്നതാണ്.
nào? Coba gì? Chưa này không? Chưa đấy? Non. Không không? അപ്പോൾ നമ്മൾ ഇന്നലെ പോയത് JB പോയിട്ട് ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് മേടിക്കാനായിട്ട് നമ്മൾ ഇന്നലെ പോയത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണിക്കാം. JB എന്നാണ് മേടിച്ചത്. JB എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കോക്കിലെ ഇലക്ട്രോണിക്സ് ഒരു മാളാണ്. മാളിൽ ഏറ്റവും അടിപൊളി കമ്പ്യൂട്ടറിൻ്റെ ഒരു ഷോപ്പാണിത്. അവിടെ നിന്നാണ് നമ്മൾ ഇത് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. അപ്പം അൺബോക്സിങ് ചെയ്യുമ്പോൾ ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് അവിടെ ഒരു ബാഗ് വന്നിട്ട് അത് ഞാൻ പൊളിച്ച് കാണിക്കാം. ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ് മേടിച്ചത്. ഡെല്ലിൻ്റെ ബാഗ് ഉണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം. ഇതിന് മാറ്റി വെക്കാം. ഇതാണ് അതിൻ്റെ പാക്കറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ അതിൻ്റെ പാക്കറ്റ് ഇട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അതിനകത്ത് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ചെറിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ എന്താ വേറെ വെച്ചാൽ മൗസ് ഉണ്ടാകും. മൗസ് ഉണ്ട്, പിന്നെ മൗസ് പാഡ്, പിന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സംഭവം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് മാറ്റി വെക്കാം. ബാഗ് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, വേറെ അതിനകത്ത് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഡെൽ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ഓൾറെഡി ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പൈസ കൊണ്ട് ഞാൻ ലാപ്ടോപ്പ് മേടിക്കുന്നത്. കാരണം ഇത്രയും കാലം ഞാൻ മേടിച്ചില്ല ലാപ്ടോപ്പ്. കാരണം ഇത്രയും കാലം നമ്മുടെ കമ്പനിയിലെ ലാപ്ടോപ്പും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി ലാപ്ടോപ്പാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. നോക്കാം. ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് അൺബോക്സിംഗ് ആണ്. നല്ല വൈറ്റ് കളറാണ് കേട്ടോ, വൈറ്റ് കളർ. നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് സംഭവം. ഇതാണ് സാധനം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഇതുണ്ട്. ഓക്കെ, നല്ല ലൈറ്റിംഗ് എല്ലാം ഉണ്ട്. ഭയങ്കര പ്രൊഫഷണൽ റിവ്യൂ ഒന്നുമല്ല പറയുന്നത്, സാധാരണ നമ്മളൊരു റിവ്യൂ വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ 16 GB റാം ആണ്. ഇന്റൽ കോർ i7 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. i7 പ്രോസസ്സറാണ്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് പറയുമ്പോൾ നവേദിയൻ്റെ GeForce GTX ഒരു 1660 Ti 6GB GDDR66 എന്ന് പറഞ്ഞ ഗ്രാഫിക് കാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രാഫിക് കാർഡിൻ്റെ പൈസയാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 30,000 ഭാഗത്ത് ഏകദേശം 85,000 അടുത്ത് വരുന്നുണ്ട് കോസ്റ്റ്. മെമ്മറി 16 GB ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ 512 GB SSD ആണ് ഇതിൽ വരുന്നത്. പിന്നെ പറയുന്നത് 2 years വിൻഡോസ് 10 ആണ് OS വരുന്നത്. 2 years ആണ് വാറണ്ടി. അത് നല്ല ഒരു G3ൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് കാണും കേട്ടോ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു സംഭവമാണ്. അത് ഡീറ്റെയിൽസ് പ്രൊഫഷണൽ റിവ്യൂ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് കണ്ടോ, ഡെൽ G315 നല്ലൊരു ലൈറ്റിംഗ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഫിംഗർ ടച്ച് ഇവിടെ ഉണ്ട്, ഫിംഗർ ടച്ച്. വേറെ റിവ്യൂ പറയുകയാണെങ്കിൽ GeForceൻ്റെ ഗ്രാഫിക്സ് കാർഡ് i7 പ്രോസസ്സറാണ്. പിന്നെ നമ്മുടെ USB-ൻ്റെ സ്ലോട്ടുകൾ, മെമ്മറി കാർഡ്, പിന്നെ ആ സംഭവങ്ങളിവിടെ ഉണ്ട്. വേറെ ഒന്നുമില്ലേ, ഇതൊക്കെയാണ് ലാപ്ടോപ്പിൻ്റെ സൈഡിലും. അങ്ങനെ HDMI പോർട്ടുണ്ട്, ലാൻഡ് പോർട്ടുണ്ട്. അടിയിൽ നല്ലൊരു സംഭവം ഉണ്ടോ, ഇതാണ് ക്യാമറ ഉണ്ടോ. ക്യാമറ നല്ല അടിപൊളി ക്ലാരിറ്റി ക്യാമറയാണ്. HD ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.